അപ്പോൾ നമ്മുടെ ഈസ്റ്ററിൻ്റെ പിറ്റേ ദിവസം രാവിലെ മമ്മി പറഞ്ഞു നമുക്ക് ജാതിക്ക പറക്കാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നു സഖാവേ ഞാനില്ല എന്ന് പറഞ്ഞു ജാതിക്ക പറക്കാൻ. കാരണം കുമ്പിടണമല്ലോ, കുമ്പിടാനൊന്നും എനിക്ക് വയ്യാന്ന്. അപ്പോൾ മമ്മി പറഞ്ഞു കുമ്പിടൊന്നും വേണ്ട, അതിപ്പോൾ ജാതിക്കയൊക്കെ തോണ്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജാതിക്ക തോണ്ടിയെടുക്കൽ കഴിഞ്ഞപ്പോൾ അതേ നമ്മൾ പഴമാങ്ങ ഉണ്ടല്ലോ, നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ഉപയോഗിക്കുന്ന ആ നാട്ടുമാങ്ങ, നല്ല ടേസ്റ്റാണ്. ഇത് നല്ല മൂത്ത് പഴുത്ത് വീണ മാങ്ങയാണ്. അപ്പോൾ അതേ അതൊക്കെ നമ്മൾ പറക്കിയെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കൊട്ട നിറയെ പഴുത്ത മാമ്പഴം കിട്ടി. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇതാണ് കേട്ടോ. പോരണ വഴിയിൽ അതേ മമ്മിയുടെ പൈനാപ്പിൾ കൃഷി ഞാൻ കണ്ടു. പൈനാപ്പിൾ ഒരു 3-4 ചെടിയും അതേ ഇത്രയ്ക്കേ ആയിട്ടുള്ളൂ, പറിക്കാറായിട്ടില്ല. പിന്നെ നമ്മുടെ വീടിന് ചുറ്റും പെരയ്ക്ക് ചുറ്റും മാവാണ് കേട്ടോ. അധികമായാലും അമൃതം വിഷം എന്ന് പറയാം. കാരണം ഈ മാവൊക്കെ വലുതായിട്ട് വീടൊക്കെ കാണാതെയായി. ഇതൊക്കെ ഇനി വെട്ടിക്കളയണം. ഈ മാവുമ്മയാണെങ്കിൽ നന്നായിട്ട് മാങ്ങയാണ്. പഴുത്തിട്ടുണ്ടെങ്കിൽ ഒരു വഴിക്കും കൊള്ളില്ല, ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ നമുക്കിത് അച്ചാറിടാനായിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് മാങ്ങയാണ്. ഞങ്ങളുടെ പറമ്പിൽ മാങ്ങയുള്ളത് കൊണ്ട് എനിക്കൊരു ആവശ്യമില്ല. പക്ഷേ മമ്മിക്കാണെങ്കിൽ അത് കൊണ്ടുപോയില്ലെങ്കിൽ പ്രയാസമാവും. അപ്പോൾ അമ്മമാർ തരുന്നത് എന്തും മക്കൾ കൊണ്ടുപോവുക, അതാണ് ഏറ്റവും നല്ലത്. അവരെ വിഷമിപ്പിക്കണ്ടല്ലോ.